എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നല്ലൊരു സൺഡേ ആശംസിക്കുന്നു ആദ്യം തന്നെ. അപ്പോൾ ഇവിടെ 1:30 മണിയാണ്, അപ്പോൾ നാട്ടിലിപ്പോൾ 3 മണിയായിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണ്, പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ്. പക്ഷേ അത്ര സുഖകരമായ ഒരു അനുഭവമായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളെ ചിലപ്പോ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയോ ചിലപ്പോ ഇങ്ങനെയുള്ള ചതികളിൽ പെട്ടേക്കാം. അപ്പൊ അതുകൊണ്ടാണ് അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ദുരനുഭവമാണെങ്കിൽ പോലും അത് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ റീസെന്റ് ഞങ്ങൾ സ്കോട്ട്ലാൻഡ്, വെയിൽസ്, ലണ്ടൻ, UK ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. എല്ലാവരുമായിട്ടും അതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അടിപൊളി ട്രിപ്പായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടു. നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു ട്രിപ്പായിരുന്നു അത്. അപ്പോ ഒരു 9 ദിവസത്തെ ട്രിപ്പായിരുന്നു. പക്ഷേ ഏതിനും ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ചിലപ്പോ എന്ന് പറയാറില്ലേ. അപ്പൊ ചിലപ്പോൾ നമുക്കൊക്കെ ഇങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങളുടെ പിന്നിലും ചില ദുരനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇത്തവണത്തെ ഞങ്ങളുടെ UK ട്രിപ്പിന് അങ്ങനത്തെ ഒരു ദുരനുഭവം യാത്ര പോകുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സംഭവിച്ചു. അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ബേസിക്കലി ഞങ്ങള് ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഏകദേശം ഒരു ജൂൺ ജൂലൈ സമയത്താണ്. ആ സമയത്താണ് ഞങ്ങൾ വിസ എടുത്തത്. അപ്പൊ വിസ എടുത്ത സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു ശീലമുണ്ട്. എന്റെ ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ട്രിപ്പുകൾ ഞാൻ പാക്കേജ് ആയിട്ട് എടുത്ത് പോവാണ് പതിവ്. നല്ലൊരു ടൂർ ഓപ്പറേറ്ററിനെ കണ്ടുപിടിക്കും. ഇപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ബാലി പോയിട്ടുണ്ടായിരുന്നു, ജോർജിയ പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ടൂർ ഓപ്പറേറ്റേഴ്സ്, നല്ല പാക്കേജുകൾ, നല്ല ടൂർ ഓപ്പറേറ്റേഴ്സ്, വിശ്വാസകരമായിട്ടുള്ള ആളുകളെ വിശ്വസിച്ചിട്ടാണ് പോവാറുള്ളത്. പക്ഷെ ഇത്തവണ UK നമ്മൾ ഡിസംബർ ജനുവരി, അതായത് ന്യൂ ഇയർ ക്രിസ്മസ് ടൈമിൽ പ്ലാൻ ചെയ്തതുകൊണ്ട് ആ സമയത്ത് അത്ര ടൂർ പാക്കേജുകളൊന്നും അവൈലബിൾ അല്ല. അത് അത്ര ഒരു വലിയ എന്താ പറയാ, ഇങ്ങനെ ടൂർ ഓപ്പറേറ്റേഴ്സ് ടൂർ പ്ലാൻ ചെയ്യുന്ന ടൈമല്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു, ശരി എന്നാൽ നമുക്ക് അവിടെയുള്ള കോൺടാക്റ്റുകൾ നമുക്ക് തന്നെ, ഫസ്റ്റ് ടൈം ആണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ടൈം ഇങ്ങനെ എല്ലാം അവിടുത്തെ സുഹൃത്തുക്കളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഹോട്ടൽ റൂമുകളും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവിടെ നേരിട്ടല്ല, നമുക്ക് തേർഡ് പേഴ്സൺ റെഫറൻസ് നമ്മൾ പറയില്ലേ, അതായത് പറഞ്ഞറിഞ്ഞ ആളുകൾ അവിടെ പല രീതിയിൽ, ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ പല രീതിയിൽ നമുക്ക് അറിയുന്ന കുറച്ച് സുഹൃത്തുക്കൾ, ഒരു 5-6 പേരുടെ നമ്പർ എനിക്ക് കിട്ടി. അപ്പോ സൈൻ വഴി എനിക്ക് കിട്ടി. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, ഓക്കെ അവരൊക്കെ ആയിട്ട് അപ്പോ ഒന്ന് ഒരു ഹായ് ബൈ പറഞ്ഞു വെച്ചു. ഞങ്ങൾ ഇത് എങ്ങനെ ഈ സമയത്ത് വരുന്നുണ്ട്, അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഗൈഡൻസ്, എങ്ങനെ എവിടെയൊക്കെയാണ് കാണേണ്ടത്, എവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത്. അപ്പൊ അതിനൊക്കെയുള്ള ചെറിയ, അപ്പൊ നമുക്ക് ഇപ്പൊ ദുബായിലേക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എന്തൊക്കെയാണ്, എവിടെയൊക്കെ കാണണം, എന്തൊക്കെയാണ്, എവിടെയാണ് ഹോട്ടൽ എടുക്കേണ്ടത്, എവിടെയാണ് നമുക്ക് ചീപ്പായിട്ട് കിട്ടുക. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യില്ലേ, നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ. ഞാൻ എന്താണ് ഇപ്പൊ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇതേ അപകടം കാരണം നമ്മുടെ മക്കൾ വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് UK. അതുപോലെ പഠിപ്പ് കഴിഞ്ഞ് ജോലി ചെയ്യാൻ പോകുന്നു. നമ്മളിൽ പലരും അവിടെ വിസിറ്റിന്, അതായത് ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ വേണ്ടി ഇപ്പൊ ഞങ്ങൾ പോയ പോലെ പോകുന്നു. അപ്പോഴൊക്കെ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അവിടെ നമുക്ക് അറിയുന്ന ആളുകളെ കോൺടാക്ട് ചെയ്യുക. ആ കോൺടാക്റ്റുകളെ ഒന്ന് ഒരു ലൂപ്പിൽ വെക്കുക, അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുക. പല കാര്യങ്ങൾക്കും, ഹോട്ടൽ ബുക്കിങ്ങുകൾക്കും ചിലപ്പോൾ വണ്ടി എടുക്കാനൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ, അവരെ നമ്മൾ വിശ്വസിച്ച് പല കാര്യങ്ങളും ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ ഒരു 5-6 പേരിൽ ഒരാൾ ഞങ്ങളോട് വളരെയധികം താല്പര്യം കാണിച്ച് നമുക്ക് എല്ലാം അടിപൊളിയാക്കണം, നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ, നമ്മളോടുള്ള ഒരു താല്പര്യം കൊണ്ടാണല്ലോ, സ്നേഹം കൊണ്ടാണല്ലോ. ഈ മനുഷ്യനെ ഞങ്ങൾക്ക് ഡയറക്ട്ലി അറിയില്ല, ഞങ്ങളുടെ ഡയറക്ട് ഫ്രണ്ട് അല്ല, വളഞ്ഞിട്ടുള്ള അറിവാണ്. പക്ഷെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഒരു വ്യക്തിത്വമുള്ള ആൾ, നല്ലൊരു പ്രൊഫൈലുള്ള ആൾ, ആരും മോശമൊന്നും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല, എന്നാൽ ഞങ്ങൾക്ക് അടുത്തറിയൂല, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പൊ ഇയാള് നമ്മളോട് വളരെ, നിങ്ങൾ എയർ ടിക്കറ്റ് ബുക്ക് ചെയ്തോ, അപ്പൊ ഈ എയർലൈൻ വഴി, അപ്പൊ അയാൾ എനിക്ക് അവിടെ നിന്ന് ഒരു ട്രാവൽ ഏജൻസിയുടെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് തന്നു, നിങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട, ഈ ട്രാവൽ ഏജൻസി വഴി ബുക്ക് ചെയ്താൽ മതി, നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. ഞാനത് ചെയ്തു. അപ്പൊ അയാൾക്ക് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അയാളാണ് ആ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് നല്ല ചീപ്പ് റേറ്റിൽ ടിക്കറ്റ് ഒക്കെ കിട്ടി. അപ്പൊ എനിക്ക് കൂടുതൽ വിശ്വാസമായി ഇയാളെ, ഓക്കെ, ഇയാൾ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാണല്ലോ എന്നുള്ളത്. അതിനുശേഷമാണ് കാര്യങ്ങൾ തലതിരിയുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ശരി ഇനി നമുക്ക് ഹോട്ടൽ റൂമുകളൊക്കെ ബുക്ക് ചെയ്യാം, നമുക്ക് സ്കോട്ട്ലൻഡിൽ ബുക്ക് ചെയ്യാനുണ്ട്, ലണ്ടനിൽ ബുക്ക് ചെയ്യാനുണ്ട്. ഇയാളുടെ വീട് ബർമിംഗ്ഹാം സ്ഥലത്താണ്. അപ്പൊ ബർമിംഗ്ഹാമിൽ നിങ്ങൾ അവിടെ ഒരു ദിവസം 2 ദിവസം നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് അവിടുന്ന് വെയിൽസ് പോവാം. അപ്പൊ ഇയാള് പ്ലാനുകൾ ഇങ്ങനെ പറയുകയാണെ. അപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങിനായിട്ട് നിങ്ങൾ ഈ ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യൂ. ഇത് ജൂലൈ ഓഗസ്റ്റ് സമയത്താണെന്ന് ആലോചിക്കണം. അപ്പൊ ഞാൻ എല്ലാ ബുക്കിങ്ങുകളും തീർത്ത് വെക്കാം, ഹോട്ടൽ ബുക്കിംഗ്, അതുപോലെ തന്നെ നമുക്ക് റെന്റ് എ കാർ എടുക്കാം. അപ്പൊ ഞാൻ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാം, നിങ്ങൾ ഡ്രൈവറെ ഒന്നും വിളിക്കണ്ട, ഞാനും എന്റെ ഫാമിലിയും കൂടി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. നമ്മളിപ്പോ ഓക്കെ, അയാൾ നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലേ പറയുന്നേ, അയാളും ഫാമിലിയും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പൈസയൊക്കെ ഇയാൾക്ക് ഈ ജൂലൈ ഓഗസ്റ്റ് സമയത്ത് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു.
അപ്പോൾ അയാൾ ഞങ്ങളോട് പറഞ്ഞത് എയർ ടിക്കറ്റ് മാത്രം ഞങ്ങൾക്ക് അയച്ചു തന്നു, ബാക്കിയൊക്കെ എല്ലാം ഞാനിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്, റെന്റ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹോട്ടൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, എല്ലാം സെറ്റാണ് എന്ന് പറഞ്ഞു. ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അയച്ചു തന്നില്ല. പിന്നെ നമുക്കൊരു വിശ്വാസ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ ചോദിച്ചതുമില്ല, ഒക്കെ അവിടെ സെറ്റാണെന്ന് വിശ്വസിച്ചു. കാര്യങ്ങൾ തകിടം മറിയുന്നത് ഡിസംബറിൽ ഞങ്ങളുടെ ട്രിപ്പിന്റെ അടുപ്പിച്ചിട്ടാണ്. അപ്പൊ ഞങ്ങൾ ആ ഹോട്ടൽ ബുക്കിംഗ്സ് ഒക്കെ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞു. അയാൾ കുറെ വൗച്ചേഴ്സ് അയച്ചു തന്നു. അപ്പൊ എല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നത് booking.com-ലാണ്. അതിൽ ലണ്ടനിൽ ബുക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് 3 ദിവസം മതി, പക്ഷെ അയാൾ 5 ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നി എന്തിനാണ് ഇത്രയും എക്സ്പെൻസീവ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇത്ര വലിയ 4 സ്റ്റാർ 5 സ്റ്റാർ ഒന്നും വേണ്ട, ഡീസന്റ് ആയിട്ട് വൃത്തിയായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പൊ ഞങ്ങൾ ഈ അക്കോമഡേഷനിലൊന്നും അങ്ങനെ കുറെ പൈസ വലിച്ചു വാരി ചെലവാക്കുന്നവരല്ല. അപ്പൊ നമുക്ക് ഡീസന്റ് ആയിട്ട് Airbnb വഴിയൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ അവിടെ കിട്ടാനുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മതിയെന്ന് ഞങ്ങൾ ഇയാളോട് ഓൾറെഡി പറഞ്ഞതാ. പക്ഷേ വന്നു നോക്കിയപ്പോൾ ലണ്ടനിലൊക്കെ ഭയങ്കര ഹൈഫൈ ഹോട്ടലിലൊക്കെ വലിയൊരു എമൗണ്ടിനൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അയാളത്ത് പറഞ്ഞു എന്തായാലും ഈ ലണ്ടനിലെ ബുക്കിംഗ് നമുക്ക് വേണ്ട, ഇത് ഇത്രയും പൈസ കൊടുത്തിട്ട് വേണ്ട. അപ്പൊ നമുക്കിത് ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾ വേറെ Airbnb വഴി എന്തെങ്കിലും ബുക്ക് ചെയ്തോളാം. നമുക്ക് വേറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരും പറഞ്ഞു എന്തിനാ ഇത്രയും പൈസ ചെലവാക്കുന്നേ, അപ്പൊ ഇത് അയാളോട് ക്യാൻസൽ ചെയ്യാൻ പറയൂ, നമുക്ക് വേറെ ബുക്ക് ചെയ്യാം, ഇതിന്റെ 1/3 പൈസയ്ക്ക് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ക്യാൻസലേഷൻ എന്ന് കേട്ടപ്പോഴാണ് ഇയാളുടെ സ്വഭാവമാകെ മാറി. ഇയാൾ പറഞ്ഞു ക്യാൻസലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പൈസ മുഴുവൻ പോവും, ദർ ഇസ് നോ റീഫണ്ട്, നിങ്ങൾ ബുക്ക് ചെയ്ത ഈ ഒരു എമൗണ്ട് വലിയൊരു എമൗണ്ട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ booking.com-ന്റെ വൗച്ചറിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ഇത് 24 മണിക്കൂർ മുമ്പ് വരെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല ഇയാൾ പേ ചെയ്തിട്ടില്ല, ഇത് ചെക്ക് ഇൻ സമയത്ത് മാത്രം പേ ചെയ്യേണ്ട ടൈപ്പ് ബുക്കിംഗ് ആണ്. ഞാൻ booking.com-ന്റെ കസ്റ്റമർ കെയറിനെ വിളിച്ചു ചോദിച്ചു. അപ്പൊ അവരും കൺഫേം ചെയ്തു ഇത് നിങ്ങൾ ചെക്ക് ഇൻ ടൈമിൽ മാത്രമാണ് നിങ്ങളുടെ നിന്ന് പൈസ എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് 0 ക്യാൻസലേഷൻ ആണ്, ഒരു പൈസയും നിങ്ങൾ കൊടുത്തിട്ടുമില്ല, റീഫണ്ടിന്റെ ആവശ്യമില്ല, കാരണം ഇത് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല. പക്ഷെ ഇയാൾ ഞങ്ങളെ വിശ്വസിപ്പിച്ചത് ഇതെല്ലാം പേയ്മെന്റ് നടത്തിയെന്നും അതിനാണല്ലോ ഞങ്ങൾ 4-5 മാസം മുമ്പ് പൈസ ഇട്ട് കൊടുത്തത്. ഇനി ഇത് റീഫണ്ട് ഒട്ടും കിട്ടില്ല, കംപ്ലീറ്റ് പൈസ പോയി എന്നൊക്കെ ഇയാളോട് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി ഇയാൾ നമ്മളെ വിശ്വസനീയമായ രീതിയിൽ പറ്റിക്കുകയാണ് എന്നുള്ളത് ഏകദേശം ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരങ്ങളായി. അപ്പോ ഒട്ടും വിശ്വസനീയമായില്ലാത്ത രീതിയിലാണ് പറയുന്നത്. booking.com, ഞാൻ booking.com-ലൊക്കെ സ്ഥിരമായിട്ട് ബുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോ booking.com-ൽ കംപ്ലീറ്റ് റീഫണ്ട് ഇല്ല, നമുക്കിത് വായിച്ചറിയില്ലേ, ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ചക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നോക്കൂ ഇയാൾക്കൊരു പേര് വേണമല്ലോ അല്ലെ, എനിക്ക് ആ പേര് എന്റെ വായിൽ വരിക, കാര്യം ഇപ്പൊ പേര് നമുക്ക് പറയാം, ഞങ്ങളിപ്പോ നിയമപരമായിട്ട് മുന്നോട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പേരൊന്നും പറയാൻ പറ്റില്ല, കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്കൊരു ABCD മിസ്റ്റർ ബി എന്ന് പറയാം. ഓക്കെ, മിസ്റ്റർ ബി. ഓക്കെ, അപ്പോ മിസ്റ്റർ ബി നോട് ഞങ്ങൾ പറഞ്ഞു ഓക്കെ നമ്മള് പൊട്ടന്മാരല്ല, ഓക്കെ ഞങ്ങൾ മരിഭക്ഷണമാണ് കഴിക്കുന്നത്, അപ്പോൾ റീഫണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും. അപ്പൊ കുറച്ച് സംസാരിച്ചപ്പോൾ ഇയാളുടെ ഫാമിലിയുടെ കൂടെയാണല്ലോ ട്രിപ്പ് പോകേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മളെ പറ്റിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിലായ സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തായാലും നമുക്ക് ഒരുമിച്ച് എന്തായാലും പോകണ്ട, ഞങ്ങളുടെ എല്ലാ ബുക്കിങ്ങുകളും നിങ്ങൾ ക്യാൻസൽ ചെയ്തോളൂ. ഇതൊക്കെ സംഭവിക്കുന്നത് ട്രിപ്പിന്റെ ഒരാഴ്ചയ്ക്കുള്ളിലാണ്. അപ്പൊ എല്ലാ ബുക്കിങ്ങുകളും booking.com ആയതുകൊണ്ട് എല്ലാം 0 ക്യാൻസലേഷൻ ആണ്, നിങ്ങൾ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് പൈസ തിരിച്ച് തന്നോളൂ എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോഴാണ് ഇയാള് വേറെയും പല കഥകളുമായിട്ട് വന്നു. ഒരു ബുക്കിങ്ങിലും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല, എല്ലാ പൈസയും പോയി, നിങ്ങളുടെ എയർ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഡ്രാമയായിരുന്നു. അപ്പൊ ഞങ്ങളൊരു കാര്യം വിചാരിച്ചു, എന്തായാലും നമുക്ക് ട്രിപ്പ് പോയേ പറ്റൂ, ഇത് ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇയാളുടെ ഇങ്ങനത്തെ ഒരു ചതിയിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ സന്തോഷം കളയണ്ട, എന്തായാലും ട്രിപ്പ് പോയി വരാം, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇയാളുമായിട്ട് പറഞ്ഞു നിങ്ങൾ വഴി ഞങ്ങൾ എന്തായാലും ട്രിപ്പിന് പോകുന്നില്ല, ഞങ്ങളുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ വേറെ നോക്കിക്കോളാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങൾ കൊടുത്ത പൈസ അയാളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്, അയാളുടെ ഒരു നയാ പൈസ നമുക്ക് തിരിച്ചു തന്നിട്ടില്ല. ഓക്കെ, എന്നിട്ടും നമ്മളോട് ഈ പറയുന്ന റീഫണ്ട് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങൾ അവിടെ പോയിട്ടും കൺഫേം ചെയ്തു, പറയുന്ന ഹോട്ടലുകളിലും booking.com-ലൊക്കെ കൺഫേം ചെയ്തു, ഇതൊക്കെ റീഫണ്ടബിൾ ആണ്, ഒന്നും 5 പൈസ അയാൾ പേ ചെയ്തിട്ടില്ല ഇതിനൊന്നും. അടുത്തത് റെന്റ് കാർ എടുക്കാം, ഞാൻ ഡ്രൈവ് ചെയ്യാം, നിങ്ങളെ സ്കോട്ട്ലൻഡിൽ വന്ന് പിക്ക് ചെയ്യാം, ഗ്ലാസ്ഗോയിൽ പിക്ക് ചെയ്യാം, അവിടെ 3 ദിവസം നമുക്ക് 2 ഫാമിലിയുമായിട്ട് ചുറ്റാം. അതിനുശേഷം ഇയാളുടെ സ്ഥലം ബർമിംഗ്ഹാം അടുത്താണ് കേട്ടോ, അപ്പൊ ബർമിംഗ്ഹാമിൽ കൂടെ നമുക്ക് പോവാം, എന്നിട്ട് നിങ്ങളെ ഞാൻ അവിടെയും കാണിക്കാം, എന്നിട്ട് നിങ്ങളെ ലണ്ടനിൽ ഡ്രോപ്പ് ചെയ്യാം. ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നിന്ന് പൈസ വാങ്ങിയത് റെന്റ് കാറിന് വേണ്ടിയിട്ട്. അതിന്റെയും ഒരു ഡീറ്റെയിൽസും ഇല്ല, ഒരു വൗച്ചറോ അല്ലെങ്കിൽ ഒരു ബില്ലോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. അപ്പൊ അങ്ങനെ എന്തായാലും ഇനി ഞാൻ ഇതിന്റെ മറുവശം പറയാം. ഇപ്പോ ഏകദേശം ഒരു 3-4 ദിവസം മുന്നേ ഞങ്ങളുടെ ട്രിപ്പിന്റെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഇല്ല, ഞങ്ങൾക്ക് റെന്റ് കാർ ഇല്ല, നമ്മൾ ബുക്ക് ചെയ്ത കാര്യങ്ങൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുകയാണ്. ഫസ്റ്റ് ടൈമാണ്, ഞാനാണെങ്കിൽ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരാളാട്ടോ. ഒരു ട്രിപ്പ് പോകുമ്പോൾ എല്ലാം ഭയങ്കര പാക്കിംഗ് അല്ലെങ്കിൽ ഭയങ്കര പ്ലാനിങ്ങോട് കൂടി പോകുന്ന ഒരാളാണ്. 4-5 ദിവസം മുന്നേ ഞങ്ങൾ ആകെ ഇങ്ങനെ ബ്ലിങ്കസിയാന്ന് അടിച്ച് നിൽക്കുകയാണ്, ആകെ ഒരു എയർ ടിക്കറ്റ് മാത്രമുണ്ട് കയ്യിൽ. അപ്പോഴാണ് ഈ പറയുന്ന
പറയാ ഈ തിന്മ ഇപ്പൊ ഞങ്ങൾ കണ്ടത് ഒരു തിന്മയുടെ ചതിയുടെ വഞ്ചനയുടെ മുഖം. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഒരു നന്മയുടെ മുഖങ്ങൾ ഞങ്ങൾ അവിടുന്ന് കണ്ടു. ഇതേ മലയാളികൾ തന്നെ ഞങ്ങൾക്ക് അറിയാത്ത, ഞങ്ങൾക്ക് തേർഡ് പാർട്ടി റെഫറൻസ്, ഇപ്പൊ നമ്മൾ ഡയറക്ട്ലി അറിയുന്ന ആളുകളല്ല, ഈ ആളുകളും ഞങ്ങൾക്ക് മൂന്നാമതൊരാൾ അല്ലെങ്കിൽ വേറൊരാൾ വഴി പരിചയപ്പെട്ട 2-3 പേർ. അവരുടെ എടുത്തു പറയേണ്ട പേര് മിസ്റ്റർ കുര്യൻ, ആഷിഖ്, പിന്നെ അസർ. ഈ ആളുകൾ ഞാൻ സ്കോട്ട്ലൻഡിൽ നിന്നുള്ള വീഡിയോ ഇട്ട സമയത്ത് കുര്യന്റെ വീട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കോട്ട്ലൻഡിൽ നല്ല മനോഹരമായിട്ടൊരു വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഈ കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ റീസെന്റ് ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് പരിചയപ്പെട്ടതാണ്. അയാൾ സ്വന്തം വീടാണ് ഞങ്ങൾക്ക് സ്കോട്ട്ലൻഡിൽ നിൽക്കാൻ തന്നത്. കാരണം ഞങ്ങളുടെ ട്രിപ്പ് ആകെ മൊത്തം ചളവളായി നിൽക്കുകയാണല്ലോ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇനി ഒന്നിനും പൈസ ചെലവാക്കണ്ട, നിങ്ങൾ എന്റെ വീട്ടിൽ നിന്നോ എന്ന് പറഞ്ഞ് സ്വന്തം വീട് ഞങ്ങൾക്ക് തന്ന ഒരു വ്യക്തി. അപ്പോ ഞാൻ പറയുന്നത്, UK ആവട്ടെ US ആവട്ടെ എവിടെയോ ആവട്ടെ, മലയാളികൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ നല്ലവരുമുണ്ട്, ചീത്ത ആളുകളുമുണ്ട്. നമുക്കൊരു ചിന്തയുണ്ട്. UK നമ്മൾ പോകുന്ന സമയത്ത്, ആദ്യമായിട്ട് പോകുന്ന സമയത്ത്, അവിടെ സെറ്റിലായ മലയാളികൾ, അവർക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല, അവർ നമ്മളെ ചതിക്കില്ല, അവരെല്ലാവരും നല്ലവരാണ്, അവരൊക്കെ വെൽ സെറ്റിൽഡ് ആണല്ലോ, അപ്പൊ ഒരിക്കലും ചതിക്കില്ല, പറ്റിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന മിസ്റ്റർ ബിയെ ഒരു പരിധിക്കപ്പുറം വിശ്വസിച്ചതും, അല്ലെങ്കിൽ അയാൾ ഒരിക്കലും പറ്റിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ഹോട്ടൽ വൗച്ചർ ഒന്നും ചോദിക്കാതിരുന്നതും, എല്ലാം അയാൾ വഴി ബുക്ക് ചെയ്തതും. നോർമലി ഞാനാണ് പേയ്മെന്റ് ചെയ്യുക. ഇത് ഇയാൾക്ക് ഞാൻ പൈസ ഇട്ടുകൊടുത്ത് അയാൾ വഴിയാണ് പേയ്മെന്റ് ചെയ്തത്. അപ്പൊ ഇതൊക്കെ ഞാൻ ചെയ്തത് ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. ഇയാൾ അവിടെ UK കുറെ കാലമായിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭാര്യയും 2 കുട്ടികളൊക്കെ ആയിട്ട് അവിടെ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ പറ്റിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാൻ വന്നത്, നാളെ നിങ്ങളുടെ മക്കൾ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാം, ജോലിക്ക് വേണ്ടി പോവാം, നിങ്ങൾ ഇത്തരത്തിൽ പല രീതിയിൽ ആ സ്ഥലം കാണാൻ വേണ്ടി പോവാം. അപ്പോഴൊക്കെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡയറക്ട്ലി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇല്ലാത്ത, ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത, പിന്നെ ഞങ്ങൾ ഇയാളെ പറ്റി അറിഞ്ഞപ്പോൾ പല കഥകളും ഞങ്ങൾ അറിയാനിട വന്നു. പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള കഥകളും. അപ്പോ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഒരാളെ വിശ്വസിച്ചാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ, ഡയറക്ട്ലി അറിയാത്ത ഒരാളെ വിശ്വസിച്ചിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഒരു കാരണവശാലും അവർ വഴി നിങ്ങൾ അവർക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിക്കരുത്. ഏത് ഹോട്ടൽ ബുക്കിംഗ് ആണെങ്കിലും ഏത് റെന്റ് കാർ ആണെങ്കിലും പേയ്മെന്റ് ലിങ്ക് ചോദിക്കുക, നിങ്ങൾ പേയ്മെന്റ് ചെയ്യുക. എപ്പോഴും പേയ്മെന്റും ബുക്കിങ്ങുകളും നിങ്ങളുടെ പേരിലാവണം. അല്ലെങ്കിൽ ഇയാൾ ഞങ്ങളെ ത്രട്ടൺ ചെയ്ത പോലെ ഞാൻ അത് ക്യാൻസൽ ചെയ്യും, നിങ്ങളുടെ എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യും എന്നൊക്കെ പറയാൻ അവർക്ക് സാധിക്കും. നമ്മുടെ പൈസയും പോവും. പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്തു, എന്നാൽ ബുക്കിംഗ് അവരുടെ പേരിലാണ്. അപ്പൊ അവർക്ക് ആ നമ്മുടെ ബുക്കിങ്ങിനെ എന്തും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ അവർക്ക് അത് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്താനും സാധിക്കും. സോ അതൊരിക്കലും ചെയ്യരുത്. എന്ത് ബുക്കിങ്ങുകളും. പിന്നെ UK പോകുന്ന ആൾക്കാരോടാണ് ഈ ഹോട്ടലിനെക്കാട്ടൊക്കെ വളരെ ചീപ്പായിട്ട്. അപ്പൊ ഞങ്ങള് ലണ്ടനിൽ നിന്നത് ഇയാൾ ബുക്ക് ചെയ്ത പൈസയുടെ 4-1 പൈസക്കാണ്. വളരെ നല്ല ട്രാവലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിന്നത്. എന്ത് അടിപൊളി സ്റ്റേ ആയിരുന്നു അറിയോ. അപ്പൊ അതൊക്കെ Airbnb വഴി നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് കിട്ടുന്നതേ ഉള്ളൂ. അപ്പോ അതെല്ലാം അറിഞ്ഞിട്ട് വേണം പോവാൻ. സ്വന്തമായി ബുക്കിങ്ങുകൾ ചെയ്യുക. ഇത്തരത്തിലുള്ള ആളുകളെ, നമ്മൾ മലയാളിയാണല്ലോ, അവിടെ സെറ്റിൽഡ് ആണല്ലോ, കുടുംബപരമായിട്ട് താമസിക്കുന്ന ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിച്ച് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവരെ പറ്റി തറോ ചെക്ക് നടത്തണം, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തണം. റിവീൽ ഹിസ് നെയിം എന്ന് പറയുന്നുണ്ട്. നോക്കൂ, എനിക്ക് നെയിം പറയാൻ പറ്റില്ല. കാര്യം ഞങ്ങൾ UK ഇപ്പോ നിയമപരമായിട്ട് ഇതിനെതിരെ എല്ലായിടത്തും ഒരു ലോ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നിയമത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമപരമായിട്ട് ഞങ്ങൾ മൂവ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ആ വഴിയിലാണിപ്പോൾ. അതുകൊണ്ട് എനിക്ക് പേര് പറയാൻ സാധിക്കില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞേനെ. കാരണം ഇയാൾ എത്രയോ പേര് ഇത്തരത്തിൽ പറ്റിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇയാൾക്ക് സമൂഹത്തിൽ വളരെ നല്ലൊരു, ആക്ച്വലി ഇവൻ കേരളത്തിലും കേട്ടോ, കേരളത്തിലും അവിടെയൊക്കെ നല്ലൊരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു പകൽമാന്യനാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇയാളെ ഒരിക്കലും സംശയിക്കാതിരുന്നത്, മിസ്റ്റർ BA. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എന്തായാലും ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിന്റെ നല്ല വശവും പറയണമല്ലോ. UK വളരെ നല്ല മലയാളികൾ. ഞങ്ങൾ അവിടെ പോയിട്ട് ഞങ്ങള് സ്കോട്ട്ലൻഡിൽ കുര്യനാണ് ഞങ്ങളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ. നമ്മൾ അവിടേക്ക് ചെന്നു. ഈ പറയുന്ന പൈസ ഒന്നും ആയില്ല. ഇതിന്റെയൊക്കെ 4-1 പൈസയ്ക്ക് അസർ എന്ന് പറയുന്ന ഒരു പയ്യനാണ് ഞങ്ങളെ സ്കോട്ട്ലൻഡിലെല്ലാം ഞങ്ങളെ കൊണ്ടേ കാണിച്ചത്. അവന്റെ കാറിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ അവനൊക്കെ വളരെ റീസണബിൾ ആയിട്ടാണ് പൈസ ഞങ്ങളുടെ അടുത്ത് വാങ്ങിയത്. വളരെ, അതായത് ഇയാൾ ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ചെലവൊന്നും അവിടെ ചെന്നപ്പോൾ ഉണ്ടായില്ല. ഓക്കെ, അതാണ് സത്യം. ഞങ്ങൾ അവിടെ ചെന്ന് മനസ്സിലാക്കിയ സത്യം അതായിരുന്നു. അപ്പോൾ അസർ എന്ന് പറയുന്ന പയ്യനാണ് നമ്മളെ കാണിച്ചത്. കുര്യനാണ് അതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. കുര്യന്റെ വീട്ടിലാണ് ഞങ്ങൾ നിന്നത്. പിന്നെ സ്റ്റോപ്പ് ഓൺ ട്രെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ എത്ര പേര്, ശ്രീകുമാർ ഏട്ടൻ, അങ്ങനെ കുറെ പേര് ഞങ്ങൾ പരിചയപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ലണ്ടനിലാണെങ്കിലും അതെ. അങ്ങനെ ഞാൻ പറഞ്ഞത് നല്ലൊരു വശവും ഇതിനുണ്ട്. അപ്പൊ അവരുടെയൊക്കെ നല്ല സഹായം കൊണ്ട് ഞങ്ങൾക്ക് ആ ട്രിപ്പ് അടിപൊളിയായിട്ട് തീർക്കാൻ സാധിച്ചു. പക്ഷേ ഇനി നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്നത്തെ തുറന്ന് സംസാരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും ഇത്തരത്തിലുള്ള
ചതിക്കുഴികളിൽ പെടരുത്. ഓക്കെ, കാരണം UK നമ്മൾ എപ്പോഴും ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ പറ്റിക്കുന്നത് മലയാളികളാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. ഇതിനേക്കാൾ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പോയിട്ട് പലരുമായിട്ട് സംസാരിച്ചല്ലോ. ഇപ്പൊ അസറൊക്കെ ആയിട്ട് സംസാരിച്ച സമയത്ത് അസറൊക്കെ നാട്ടിൽ നിന്ന്, അവൻ കോട്ടയാണ് അവന്റെ നാട്. അസറുദ്ദീൻ എന്നാണ് അവളുടെ കംപ്ലീറ്റ് പേര്. അവനിപ്പോ അവിടെ ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്. അസറുദ്ദീൻ പറയായിരുന്നു അവനൊക്കെ വന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ മലയാളികൾ അവനെ അറമുറഞ്ചം പറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്ച്വലി വരുന്ന ആളുകളെ പറ്റിക്കാനായിട്ട്, അതിൽ നിന്ന് പൈസ സമ്പാദിക്കാനായിട്ട് ചെറിയ ശതമാനമെങ്കിലും മലയാളികൾ അവിടെയുണ്ട്. അപ്പൊ പറ്റിക്കുന്നത് മലയാളികളാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു കഥയൊന്നുമല്ല, എത്ര കഥകളാണ് ഞങ്ങൾ കേട്ടതറിയോ? പ്രത്യേകിച്ചിട്ട് പറ്റിക്കുന്നത് പാവം സ്റ്റുഡൻസിനെയാണ്. അവിടെ സ്റ്റേ അറേഞ്ച് ചെയ്ത് കൊടുക്കാം, അങ്ങനെയുള്ള പേയിങ് ഗസ്റ്റ് ആയിട്ട് നിർത്താം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഇവരുടെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല, ഇവരെ വിളിച്ചാൽ കിട്ടൂല. അപ്പൊ ഇത് പറ്റിക്കുന്നതെല്ലാം, പറ്റിക്കപ്പെടുന്നത് മലയാളികളാണ്, പറ്റിക്കുന്നതും മലയാളികളാണ്. ഒരു ചെറിയ ശതമാനമാണെങ്കിലും അങ്ങനെയുള്ള മോശം ആളുകൾ അവിടെയുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ദുരനുഭവം അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. പക്ഷെ ഞാനിത് തുറന്ന് സംസാരിക്കാൻ കാരണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. മക്കളെയൊക്കെ പറഞ്ഞു വിടുന്ന സമയത്ത് വളരെ വിശ്വസനീയമായിട്ടുള്ള ആളുകളെ, ഇനി അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി, അതായത് ഇപ്പൊ നമ്മൾ സ്റ്റഡി അബ്രോഡൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, പക്ഷെ വിശ്വസനീയമായ സ്ഥാപനങ്ങൾ പറ്റിക്കപ്പെടരുത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ വെച്ചാൽ ഇവരവിടെ കുറെ കാലമായിട്ടുള്ള ആളുകളാണ്. നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ, ഈ മനുഷ്യനുണ്ടല്ലോ ഞങ്ങളോട് എന്ത് ചോദിക്കുമ്പോൾ, നമ്മൾ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാൾ എന്താ പറയാ അറിയോ? ഇത് കേരളമല്ല, ഇത് UK ആണ്. ഇത് കേരളമല്ല, അത് UK ആണ്. ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ നമ്മളെ പറ്റിക്കുന്നത്. അപ്പോ UK ആണെങ്കിലും അവിടെ കൃത്യമായിട്ടുള്ള നിയമ സംവിധാനമുണ്ട്, അവിടെ നല്ല മനുഷ്യരുണ്ട്, അവിടെ നല്ല മലയാളികളുണ്ട്. പക്ഷേ ഒരു ചെറിയ ശതമാനമാണെങ്കിലും ഇങ്ങനത്തെ കള്ളന്മാരുണ്ട്. അപ്പോൾ ഈ കള്ളന്മാരെ നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ ചതിക്ക് നിന്നു കൊടുക്കരുത്. അപ്പൊ അത് എപ്പോഴും മനസ്സിലുണ്ടാവുക ഇങ്ങനെയുള്ള വിദേശ രാജ്യങ്ങൾ. ഇതിപ്പോ UK മാത്രമല്ല, ഏത് വിദേശ രാജ്യമാണെങ്കിലും ഇത്തരത്തിൽ പൈസ തോന്നിയ പോലെ ഇട്ട് കൊടുക്കരുത്. ഞാൻ ചെയ്ത പോലെ ബുക്കിങ്ങുകൾ എപ്പോഴും സ്വന്തം ചെയ്യണം, സ്വന്തം പേരിൽ ബുക്കിങ്ങുകൾ ഉണ്ടാവണം. ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. പിന്നെ ഈ പറയുന്ന മിസ്റ്റർ ബി എന്ന് പറയുന്ന ആള് എന്റെ പേജൊക്കെ എപ്പോഴും കാണുന്ന ആളും എന്റെ ടോക്കുകളൊക്കെ കേൾക്കുന്ന ആളുമാണ്. അപ്പൊ ഈ ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് ജനറലി പറയാനുള്ള കാര്യമാണ്. നോക്കൂ, നമ്മള് ഒരാളെ പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഒരാളെ ചതിച്ചിട്ട് വഞ്ചിച്ചിട്ടുണ്ടാക്കുന്ന പൈസ അത് എത്രയാണെങ്കിലും അത് നിലനിൽക്കില്ല കേട്ടോ. അത് നിലനിൽക്കില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അതൊരിക്കലും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ, അത് ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ മക്കളോടും കൂടി ചെയ്യുന്ന ഒരു അനീതിയാണ്. ഒരിക്കലും അത് ചെയ്യരുത്. അങ്ങനെ വേറൊരാളുടെ വിയർപ്പിന്റെ ഞങ്ങൾ കൊടുത്ത പണം എന്ന് പറയുന്നത് എന്റെ അധ്വാനത്തിന്റെ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ അധ്വാനത്തിന്റെ പണമാണ്. അപ്പൊ മറ്റൊരാളുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ മൂല്യം നിങ്ങൾ പറ്റിച്ചാൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് ഇരട്ടിയായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടും. അത് യാതൊരു കാര്യവും, അത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും നോക്കാം. എന്തായാലും ഏത് രാജ്യമാണെങ്കിലും അവിടുത്തെ നിയമത്തിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നീതി കിട്ടുമെന്നും വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. യെസ്. പിന്നെന്തൊക്കെയാണ്? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലർ ഇൻസിഡൻസ് അല്ലെങ്കിൽ സിമിലർ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഇതുപോലെയുള്ള ഇപ്പൊ UK ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. നിങ്ങൾക്ക് പോയതിനു ശേഷം ഇങ്ങനെ മലയാളികൾ നിങ്ങളെ പറ്റിച്ച കഥകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് ഷെയർ ചെയ്യൂ. കാരണം നമുക്ക് പറ്റിയ ചതി തുറന്നു പറയുന്നത് എന്തുകൊണ്ടാ? ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ വേറൊരാൾ ഇത്തരത്തിലുള്ള ചതികളിൽ പെടരുത് എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളോട് ഞാൻ പറ്റിക്കപ്പെട്ടു, ഞാൻ നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടു എന്ന് ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോ ഇത് ഇനിയും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ പൈസ അത് നമ്മൾ വളരെ സൂക്ഷിച്ചു തന്നെ ചെലവാക്കണം. ഒരാളെയും ഒരു പരിധിക്കപ്പുറം നമ്മൾ അമിതമായി വിശ്വസിക്കരുത്. അതാണ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ച പാഠം. എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ എങ്കിൽ പോലും നമ്മൾ ജീവിതത്തിൽ ചില ആളുകൾ നമ്മളോട് വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുമ്പോൾ ചിലപ്പോൾ നമ്മളങ്ങ് വീണുപോകും, ചിലപ്പോൾ നമ്മളങ്ങ് വിശ്വസിച്ചു പോകും. വിട്ടുകൊടുക്കരുത്, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അതെ, ആരാത് പറഞ്ഞത്? ഞാൻ നോക്കട്ടെ. വിട്ടുകൊടുക്കരുത്, അല്ലെങ്കിൽ നാളെ ആളുകൾ ഇനിയും പറ്റിക്കപ്പെടും. ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിപ്പോ ഈ ഒരു ലൈവ് വന്നത്. അധികം അയാളും ഈ ലൈവ് കാണുമായിരിക്കും, കാര്യം എന്റെ പേജിന്റെ സ്ഥിരം ഒരു പ്രേക്ഷകനൊക്കെയാണ്. പറ്റിക്കുന്നതും പേര് വെളിപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, നിയമപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും ഇങ്ങനെയുള്ള ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ എക്സ്പോസ്ഡ് ആവുന്നേ. അവർക്ക് പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്ന് കേട്ടിട്ടില്ലേ? ഒരിക്കലും നമുക്ക് എല്ലാ ആളുകളെയും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റില്ല. കുറച്ച് ആളുകളെ കുറച്ച് കാലത്തേക്ക് പറ്റിക്കാൻ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ അതിന് പിടി വീഴും, യാതൊരു സംശയവുമില്ല. ഈ നാട്ടിൽ ഒരിക്കലും തിന്മ അല്ലെങ്കിൽ ചതി, കളവ് എന്ന് പറയുന്നതിന് ലോകത്ത് പെർമനന്റ് ആയിട്ടൊരു വിജയമില്ല. ടെമ്പററി ആയിട്ട് അവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് നക്കാപ്പിച്ചൊക്കെ അവർക്ക് കിട്ടാം. പക്ഷെ
ഇന്നല്ലെങ്കിൽ നാളെ ഡെഫിനറ്റ്ലി വർഗീസ്, അയ്യോ ഈ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് വീഴ, വർഗീസ് വാണ്ട്സ് ടു ജോയിൻ എന്ന് കണ്ടിട്ടുണ്ട്. അതെന്താണ്? ഓക്കെ, വർഗീസിന് എന്താ പറയാനല്ലേ, എന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞോളൂ. വാണ്ട്സ് ടു ജോയിൻ എന്ന് കണ്ടു. ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ പറയാനാണോ? കുറെ പേർക്ക് നിങ്ങൾ ഒന്ന് താഴെ എഴുതിയിടൂ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ. കാര്യം അപ്പോൾ ഈ ലൈവ് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കും വേണം. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്റെ ഈ ഒരു ലൈവിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ എന്നെ ഒരാൾ പറ്റിച്ചു എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം നിങ്ങൾക്കറിയാലോ, യു കെയിലേക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നത് UK, US, കാനഡ, ഓസ്ട്രേലിയ, ജർമ്മനി ഒക്കെയാണ്. UK അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഞങ്ങള് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അറിയോ, ഞങ്ങൾ കേട്ട കഥകളിൽ 40% അല്ലെങ്കിൽ 75-80% ഇത്തരത്തിൽ പാവം സ്റ്റുഡൻസിനെ ഞങ്ങൾ ഒരു ബസ്സിൽ പോവുമായിരുന്നു. പാവം, എനിക്ക് സൈഡിനും ഭയങ്കരമായിട്ട് സങ്കടം വന്നൊരു സംഭവം കേട്ടോ. ഞങ്ങൾ അവിടുത്തെ ബസ്സിൽ അപ്പോ എന്താ ഞാൻ പറയാൻ വന്നേ? യെസ് സോറി, ഒരു കണക്ഷനിൽ ചെറിയ ഇഷ്യൂ വന്നതാണ്. ഞാൻ പറയാൻ വന്ന കാര്യം, എനിക്ക് വളരെ സങ്കടം വന്നൊരു കാര്യം എന്താണെന്നറിയോ, ഞങ്ങള് എഡിൻബറയില് പോവായിരുന്നു. അതായത് ഞാനും സരിനും പാപ്പും കൂടി കോമൺ നമ്മുടെ സാധാരണ ബസ് ഉണ്ടല്ലോ, ലൈൻ ബസ്, അതിൽ ഞങ്ങൾ എഡിൻബറ സിറ്റിയിലേക്ക് പോകുന്ന സമയത്തെ സരിന്റെ അടുത്തൊരു പയ്യൻ വന്നിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് നമ്മുടെ ഇന്ത്യൻ ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പിൽ ചെറിയൊരു കൺഫ്യൂഷൻ. ഞങ്ങൾ ആദ്യമായിട്ടല്ലേ അവിടെ പോകുന്നത്, തനിയെ പോവല്ലേ. അപ്പൊ ഇവനോട് ചോദിച്ചു, ഈ സ്റ്റോപ്പ് എത്താറാവുമ്പോ ഒന്ന് പറയണേ എന്ന് പറഞ്ഞു. അതിൽ ഇവൻ ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങി, സരിനോട് സംസാരിച്ചു തുടങ്ങി കേട്ടോ. അപ്പോൾ തമിഴ്നാടാണ് അവന്റെ നാട്, സേലത്താണ്. അവൻ അവിടെ പഠിക്കാൻ വന്ന് ഇപ്പൊ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ഞങ്ങളോട് ഒരു പരിചയമില്ല, അപ്പൊ പരിചയപ്പെട്ട ഒരു പയ്യനാ. അവൻ ഞങ്ങളോട് ആ ഒരു 10 മിനിറ്റിൽ അവൻ അവിടെ വന്നത് മുതൽ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞു. ആ ചുരുക്കി പറഞ്ഞതിൽ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. അവനെ അവിടെ വന്ന് 1-2 പേര് ഇത്തരത്തിൽ സ്റ്റേ റെഡിയാക്കി കൊടുക്കാം, ഫുഡ് റെഡിയാക്കി കൊടുക്കാം, പേയിങ് ഗസ്റ്റ് ആയിട്ട് നിർത്താം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച കഥ ആ 10 മിനിറ്റിനുള്ളിൽ ആ പയ്യൻ പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ വിചാരിക്കുകയായിരുന്നു, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എത്ര പേർക്കാണ് ഇങ്ങനെയുള്ള കഥകള് പോയി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്ന പയ്യന്മാർ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് അല്ലെങ്കിലൊക്കെ ഇങ്ങനെയുള്ള ചതി പറ്റുന്നുണ്ട്. അപ്പോ മേ ബി അവന്റെ മനസ്സിൽ അത്രയും വിഷമം കിടക്കണോണ്ടായിരിക്കാം ഞങ്ങൾ ആരാ എന്താന്ന് പോലും അറിയാതെ, ഞങ്ങൾ ആരാന്ന് പോലും അറിയാതെ പെട്ടെന്ന് അവൻ ഇതൊക്കെ പറഞ്ഞത്. എന്നിട്ട് അവനെ ഇറങ്ങി പോവുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഇത് ഞങ്ങൾക്ക് വളരെ, അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ആലോചിച്ചത്, എന്തായാലും ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യണം. കാരണം ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങളെ പറ്റിച്ച ആ ചതിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടല്ല, അതിപ്പോ നിയമത്തിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇനിയെങ്കിലും ഇങ്ങനത്തെ ചതി ആളുകൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല സുരേഷ് ഏട്ടാ, അതെ, അത് ഞങ്ങൾ മനസ്സിലാക്കി. അവൻ മിന്നിയിട്ടൊന്നും ആയിരുന്നില്ല. അവൻ പക്ഷെ ഞങ്ങളോട് കാണിച്ച ഒരു അമിതമായിട്ടുള്ള സ്നേഹം, ഇതാണ് നമ്മൾ ഓവറാവുമ്പോൾ ശ്രദ്ധിക്കണം. ഓവറായിട്ട് നമ്മളോട് ആരെങ്കിലും സ്നേഹമോ കെയറിങ്ങോ ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഞാൻ പിന്നെ പഠിച്ചൊരു പാടാ. നമ്മൾ പലപ്പോഴും അതിനെ കാണുക വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടല്ലേ നമ്മൾ ചിന്തിക്കുക, നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ മനുഷ്യനോടും അതേ ആത്മാർത്ഥതയും സ്നേഹവും കാണിക്കും. പക്ഷേ ചെറിയൊരു ശതമാനം ആളുകൾ നമ്മളോട് ഓവർ ആത്മാർത്ഥത കാണിക്കുന്നത് പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാര്യം നമ്മുടെ വിശ്വാസം നേടാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഈ കാലത്ത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് പോലും പറ്റിക്കപ്പെട്ടു. യെസ്, അതിലെനിക്ക് നാണക്കേടൊന്നും ഇല്ലെന്നേ. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്നിട്ട് ഒരു ലജ്ജയും ഇല്ലാതെ പറയുന്നത്. ഞാൻ പറ്റിക്കപ്പെട്ടു. എനിക്കൊരു അമിത ആത്മവിശ്വാസം കൊണ്ടായിരുന്നു. എന്നെ അങ്ങനെ ആർക്കും പറ്റിക്കാനൊന്നും പറ്റില്ല. എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം, ഇങ്ങനെ വിശ്വസിച്ച ഒരാൾ എന്നെ പറ്റിച്ച ആദ്യത്തെ അനുഭവമാണ്. പക്ഷെ ആ അനുഭവം ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്നെ പറ്റിക്കാൻ പറ്റി. അതിന്റെ കാരണം ഞാൻ പറയുന്നത്, കാരണം നമ്മൾ അയാളെ കൂടുതൽ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഞങ്ങൾ അയാളെ വളരെയധികം വിശ്വസിച്ചു, ഓവറായിട്ട് വിശ്വസിച്ചു. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ പൈസ ഇട്ട് കൊടുത്തു, പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചു. അയാൾ ഹോട്ടൽ ബുക്ക് ചെയ്തു, വൗച്ചർ ചോദിച്ച സമയത്ത് ഞാൻ അയക്കാം എന്ന് പറഞ്ഞു, അത് വിശ്വസിച്ചു. നമ്മൾ പിന്നെയും ചോദിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ശരിയല്ലല്ലോ, ഒരു സുഹൃത്തിനോട് നമ്മൾ അങ്ങനെ വിശ്വാസക്കുറവ് കാണിക്കരുതല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷെ അയാൾ അത് മുതലെടുത്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ ഇട്ടുകൊടുത്ത ഈ ഒരു പൈസ, ഈ ഹോൾ എമൗണ്ട് അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു, റോൾ ചെയ്തു. തിരിച്ചു തരാൻ അയാളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പോ ആ പൈസ തിരിച്ചു ചോദിക്കുമെന്ന് അയാൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ പൈസ തിരിച്ചു ചോദിച്ച സമയത്താണ് ഈ പറയുന്ന booking.com കംപ്ലീറ്റ് റീഫണ്ട്, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല, നിങ്ങളുടെ പൈസ മുഴുവൻ പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൊട്ടന്മാരാക്കാൻ ശ്രമിച്ചത്. മനസ്സിലായില്ലേ? ഈവൻ ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ ഇതുപോലും പറഞ്ഞു, ഇനി മിസ്റ്റർ ബി
ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ഞങ്ങളുടെ പൈസ റോൾ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ അത് സാരമില്ല, ഓക്കെ. പക്ഷെ ഞങ്ങളോട് തുറന്നു പറയൂ. നമ്മൾ സുഹൃത്തുക്കളല്ലേ, ഞങ്ങളോട് തുറന്നു പറയൂ, ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് പിന്നെ തന്നാൽ മതി പൈസ. യു ടേക്ക് യുവർ ടൈം, നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് സമയം എടുത്തോ, പക്ഷെ സത്യസന്ധമായിട്ട് ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കൂ. ഇത് വളരെ മോശമായിട്ടാണ് അയാൾ സംസാരിക്കുന്നുണ്ടായിരുന്നത്. ആദ്യം കണ്ടൊരു മുഖമേ ആയിരുന്നില്ല. വളരെ ഭാഷ മോശമായി, അയാളുടെ ടോണ് മോശമായി, അയാളുടെ ആറ്റിറ്റ്യൂഡ് മോശമായി, എല്ലാ രീതിയിലും പിന്നെ വളരെ അറഗന്റ് ആയിട്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ഇതിന്റെയൊക്കെ വോയിസ് ക്ലിപ്പുകൾ, ഇതിന്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ, ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ വാട്സപ്പ് ഒക്കെ ഇക്കാലത്ത് വളരെ നല്ലതാട്ടോ. കാരണം തെളിവുകൾ, കാരണം ഈ അയച്ച വോയിസുകൾ, ഈ അയച്ച മെസ്സേജുകൾ, ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്, അയാൾ ഇങ്ങോട്ട് പറഞ്ഞത് എല്ലാം അവിടെ കിടക്കല്ലേ. ഈ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഇക്കാലത്ത്. കാരണം ഇതെല്ലാം എനിക്ക് ഇപ്പൊ എന്റെ നമുക്ക് ലോയേഴ്സിനൊക്കെ നമുക്ക് കൊടുക്കാനും കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പേരിലേക്ക് എന്റെ ഈ ഒരു അനുഭവം, എന്റെ ഈ ഒരു ദുരനുഭവം നിങ്ങൾ മാക്സിമം പേരിലേക്ക് എത്തിക്കുക. കാരണം ഇനി എങ്കിലും ആളുകൾ ഇത്തരത്തിൽ ചതിയിൽ പെടരുത്. ഇങ്ങനെയുള്ള ചതിയന്മാർ വല വീശി കാത്തിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു സുഹൃത്ത് പറയായിരുന്നു, ഇയാളെ അറിയുന്ന ഒരു സുഹൃത്താണ് കേട്ടോ. അപ്പൊ ഇയാൾ ഇത്തരത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി ഉള്ള ആളാണെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ആ സുഹൃത്ത് ഞങ്ങളോട് പറഞ്ഞൊരു വാചകമാണ്, അദ്ദേഹം മിസ്റ്റർ ബി ഇങ്ങനെ വല വിരിച്ച് കാത്തിരിക്കുകയായിരുന്നു, നിങ്ങൾ രണ്ടുപേരും വളരെ വൃത്തിയായിട്ട് അതിൽ പോയി വീടും എന്നാണ് ആ സുഹൃത്ത് ഞങ്ങളോട് പറഞ്ഞത്. അത് ഒരു തരത്തിൽ സത്യമായിരുന്നു. അപ്പൊ മിസ്റ്റർ ബി മാത്രമല്ല, ഇങ്ങനെ വല വിരിച്ച് കാത്തിരിക്കുന്ന ധാരാളം പേരുണ്ട്, പ്രത്യേകിച്ചിട്ട് നമ്മൾ പുതിയൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ. അപ്പൊ ആ വലകളിൽ പോയി വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് പബ്ലിക്കിൽ കൊണ്ടുവരാൻ പറ്റില്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്റെ ഫേസ്ബുക്ക് പേജ്, അയാളുടെ പേര് എനിക്ക് വളരെ സുഖസുന്ദരമായിട്ട് പറയാം, ഓക്കെ. അയാളുടെ അഡ്രസ്സും പേരും നമ്പറും ഒക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കൊരു കുടുംബമുണ്ട്, അയാൾക്കൊരു ഭാര്യയും 2 പെൺമക്കളും ഉണ്ട്. അപ്പോ ഇവര് ചിലപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്ന പോലും ഉണ്ടാവില്ല. അപ്പൊ എന്തിനാണ് നമ്മൾ അങ്ങനെ ഇതിനെപ്പറ്റി അറിയാത്ത അയാളുടെ കുടുംബത്തിനെ കൂടി ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? അപ്പോ തെറ്റ് ചെയ്തത് അയാളാണ്, ശിക്ഷ അനുഭവിക്കേണ്ടതും അയാളാണ്. അത് നിയമപരമായിട്ട് തന്നെ അനുഭവിപ്പിക്കണം. അത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലല്ല, എല്ലാ നാട്ടിലും, UK ഒരു നിയമ സംവിധാനം ഉണ്ടെന്നേ. അവിടെ ഞങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് അവിടുന്ന് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ നിയമ സംവിധാനത്തിലൂടെ, നേരായ മാർഗത്തിലൂടെ തന്നെ പോവാനാണ് തീരുമാനം. അതെ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളെ മാത്രം ഡെഫിനറ്റ്ലി. ഓക്കേ. ഷോ, ഇവിടെ ഏതോ ഒരു ചേട്ടൻ, എന്താണ് ചേട്ടന്റെ പേര്, അത് പോയല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാനപ്പോ എന്റെ ലൈവ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിന്ന് വൈകുന്നേരം അബുദാബിയിൽ പരിപാടി ഉണ്ട്. ഞാൻ അതിന് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി വരും, പെട്ടെന്ന് ഇറങ്ങണം. 4:30 മണിക്കാണ് അബുദാബിയിൽ പരിപാടി. അപ്പൊ അബുദാബിയിലുള്ളവരെല്ലാവരും ഒന്ന് വരൂ കേട്ടോ, നമുക്ക് നേരിട്ട് കാണാം. ഓക്കെ, ഇസ്ലാമിക് സെന്ററിന്റെ നല്ലൊരു പരിപാടിയാണ്. ഓക്കെ, യെസ്, ഓക്കെ. ഹൂ ഈസ് ദിസ് ബി എന്ന് ചോദിക്കുന്നുണ്ട്. ബി എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ ചതിയന്മാരൊക്കെ വൈകാതെ തന്നെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ്ഡ് ആവുന്നേ, ഇന്നല്ലെങ്കിൽ നാളെ. ഇതൊന്നും ഇങ്ങനെ പറ്റിക്കുന്ന പൈസ കൊണ്ടൊന്നും ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ആത്യന്തികമായ ലക്ഷ്യം സത്യത്തിനായിരിക്കും. ഓക്കെ, ബൈ. സോ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. നമ്മുടെ ഈ ഒരു ടോക്ക് മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. അപ്പൊ നിങ്ങളും ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അത് ഒരുത്തൻ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ്. എനിക്ക് ആക്ച്വലി എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം, എനിക്ക് പോയ പൈസയല്ല. പൈസ ഇന്ന് നമുക്ക് പോയ പൈസ ഇനി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, പൈസയല്ല. പക്ഷെ നമ്മളൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വിശ്വസിച്ച് ഇത്രയും കാര്യങ്ങൾ ഏൽപ്പിച്ച ഒരാൾ നമ്മളെ പറ്റിച്ചു എന്ന് പറയുന്നത് അത് സങ്കടം ഉള്ള കാര്യം തന്നെയാണ്. വിശ്വാസവഞ്ചന എന്ന് പറയുന്നത് അത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ സുഹൃത്ത് ബന്ധങ്ങൾക്ക് അത്രയും വില കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ, ഇപ്പൊ ഒരാൾ നമ്മളോട് നന്നായിട്ട് പെരുമാറുമ്പോൾ ഞാൻ തിരിച്ചും അതിനേക്കാൾ ആത്മാർത്ഥതയോടുകൂടി പെരുമാറുന്ന ആളാണ്. പക്ഷെ ഇതിലൊക്കെ ഇതാണ് ഇവരുടെയൊക്കെ തനിനിറം എന്ന് മനസ്സിലാവുമ്പോൾ നമുക്കൊരു വിഷമം വരും. ആ വിഷമം ശരിക്കും ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഡീൽ ചെയ്യണം, അല്ലെ? അതല്ലേ ലോകം, അതല്ലേ ജീവിതം. അപ്പൊ ശരി, ബൈ. ആ മലയാളിയാണ്, പിന്നെ ഡോക്ടർ ആള് മലയാളിയൊക്കെ തന്നെ, നല്ല നല്ല പച്ച മലയാളിയാണ്. ഞാനതാ പറയുന്നത്, അവിടെ പറ്റിക്കുന്നത്, മലയാളികളെ പറ്റിക്കുന്നത് മലയാളികൾ തന്നെയാണ്, വേറെ ആരുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അർത്ഥം UK യിലും US ലും എന്താ പറയാ ഓസ്ട്രേലിയയിലും ഒക്കെ മലയാളികൾ പറ്റിക്കാൻ വേണ്ടി ഇരിക്കാന്നല്ല. ഇതിനേക്കാൾ നല്ലൊരു ശതമാനം, ഇത് വളരെ ചെറിയ ശതമാനമാണ്. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചതും, ഈ ഒരു ട്രിപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിച്ചതും, സ്വന്തം വീട് തന്നെ വിട്ടു തന്നതും ഒക്കെ മലയാളികളാണ്. ഓക്കെ, അത് വേറൊരു ഈ പറയുന്ന നന്മയുടെ മുഖമായിട്ടുള്ള മലയാളികൾ. നല്ല ശതമാനം ആളുകളും നല്ല ആളുകളാണ്, നന്നായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകളാണ്, പരസ്പരം സഹായിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ UK യിൽ പോയപ്പോൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അനുഭവിച്ചവരാണ്. എത്ര പേരായിരുന്നു അറിയോ ഞങ്ങളെ ഭക്ഷണം തരാനും വീട്ടിലേക്ക് വിളിക്കാനും ഞങ്ങളെ വന്ന് കാണാനും എത്ര പേരാണറിയോ ഈ ഷോർട്ട് നോട്ടീസിൽ ഞങ്ങൾ ആരോടും പറയാതെ പോയത്.
പക്ഷെ എന്നിട്ട് പോലും അത്രയും സ്നേഹം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളും അവിടെ ഉണ്ട്, അത് മനസ്സിലാക്കണം. എങ്ങനെ പറ്റിച്ചു എന്ന് ഞാൻ വിശദമായിട്ട് ഷാഫി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം മുതൽ ഒന്ന് കേട്ടാ മതി കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ ശരി, എനിക്ക് പോവാൻ സമയമായി. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.